നമ്മൾക്ക് സൊസൈറ്റിയിൽ കുറച്ചൊക്കെ ഇതുകളുണ്ടല്ലോ, ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ വേണം. അതെങ്ങനെയാണ് ഇത് തോന്നിയത്, ഇങ്ങനെ മാറി ജീവിക്കണം? ആദ്യമായിട്ട് തോറ്റുപോയ ഒരു പോയിന്റ്. മൈത്രേയൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ആരും. എൻ്റെ അച്ഛനും അമ്മയും മൈത്രേയനാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും 2ാം സ്ഥാനമാണ്. ഞാൻ ഇങ്ങനെ എവിടുന്നോ കേട്ടിട്ടുണ്ടായിരുന്നു, സാറിന്റെ ഫസ്റ്റ് ഗേൾ ഫ്രണ്ട് വിദേശിയായിരുന്നു. കുഞ്ഞിനെ കളിപ്പിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. 1 മണിക്കൂർ നേരം കളിപ്പിക്കാൻ എല്ലാവർക്കും ഇഷ്ടം. അത് കഴിയുമ്പോഴാണ് ഒരു ഭാരമാകുന്നത്. ആ സമയത്തും ദൈവവിശ്വാസം ഉണ്ടായിരുന്നില്ല, അതോ പിന്നീട് മാറിയത്? അധ്യാപകൻ ചോദിച്ച ചോദ്യം കൊണ്ടാണ്. ദൈവം ഉണ്ടോ ഇല്ലയോ? നമ്മളെല്ലാവരും ഒരു പ്രീഡിഫൈൻഡ് ഒരു ലൈഫ് സ്ക്രിപ്റ്റിലാണ് വളരുന്നത്. ആദ്യം പഠിക്കണം, അത് കഴിഞ്ഞാൽ ജോലി ചെയ്യണം, അത് കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം, പിന്നെ കുട്ടികളാവണം. ഓൾമോസ്റ്റ് ഒട്ടുമിക്ക നമ്മളെല്ലാവരും ഈ ഒരു പാറ്റേണിൽ കൂടെ ആവും നമ്മൾ വളർന്നു വന്നത്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഇതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ടാണ് ജീവിക്കുന്നതും. എന്നാൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഹാപ്പിയസ്റ്റ് പേഴ്സൺ എന്ന് പറയാൻ പറ്റും. വളരെ സന്തോഷമായിട്ട് ജീവിച്ചിരുന്ന ഒക്കെ ഒരു ഗസ്റ്റാണ്. ഇപ്പം തന്നെ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ആരാന്നുള്ളത്. മൈത്രേയനാണ്. മൈത്രേയൻ സർ. Some people simply talk about society, some challenge it. And then there are a rare few who inspire us to question everything we've been taught to accept. Today's guest is one such individual, an activist, writer, public speaker, and independent thinker. He has spent decades encouraging people to have honest conversations about relationships, marriage, sexuality, personal freedom, and social norms. His perspectives have challenged conventional beliefs and sparked meaningful discussions across generations. Whether people agree with him or disagree, one thing is certain: his ideas make people think. He is known for speaking with courage, authenticity, and an unwavering commitment to individual freedom and human dignity. It is an absolute pleasure to welcome activist and thinker Maitreyan to our podcast. വെൽക്കം. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സാറിനെ എപ്പോൾ കാണുമ്പോഴും ചിരിച്ച മുഖം, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരാൾ. ഈ നമ്മൾക്ക് സൊസൈറ്റിയിൽ കുറച്ചൊക്കെ ഇതുകളുണ്ടല്ലോ, ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ വേണം, പല എക്സ്പെക്റ്റേഷനും. ഇതിനൊക്കെ ആ കാലത്തെ ഇതിനൊക്കെ മാറി ജീവിച്ച ഒരാൾ. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഇത് തോന്നിയത്, ഇങ്ങനെ മാറി ജീവിക്കണം എന്നുള്ളത്? ഞാൻ ഇപ്പോൾ ചോദിച്ചാൽ ഇങ്ങനെ നമ്മൾ നേരത്തെ സ്ക്രിപ്റ്റ് എഴുതി വച്ചിരിക്കുന്ന പോലെ ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പ്ലാനിലല്ല. പല ഘടകങ്ങൾ ജീവിതത്തിനകത്ത് കടന്നു വന്നിട്ട് നമ്മൾ ഒരു പൊതുശരി എന്ന് പറഞ്ഞ ആൾക്കാർ പഠിപ്പിക്കുന്ന പോലെ അല്ല ലോകത്തിനെ മനസ്സിലാക്കേണ്ടതെന്ന് ഒരു തിരിച്ചറിവുണ്ടാകുന്നുണ്ട്. അത് ഞാനൊരു BA ഒക്കെ പഠിക്കുമ്പോൾ തന്നെ അങ്ങനെ സംഭവിച്ചിട്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കേന്ദ്രമായിട്ട് വരുന്നത് ഒരു സാധാരണ ജോലി ചെയ്യുന്നതിനെ പറ്റിയൊക്കെ. അപ്പോൾ BA പഠിക്കുമ്പോൾ ഒരു GK ചെസ്റ്റർട്ടൻ്റെ ഒരു essay ആണ് പഠിക്കാനുണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ എഴുതുന്നുണ്ട്, ഒരു 35 വർഷം ഞാൻ ഈ ഡിസ്കിൻ്റെ പുറകെ കുടുങ്ങിപ്പോയി. എൻ്റെ യൗവനം മുഴുവൻ പോയി. ഇപ്പം എനിക്ക് ധനമുണ്ട്, പക്ഷേ യൗവനമില്ല, ജീവിതമില്ല. എന്നിങ്ങനെ ഇങ്ങനെ ഒരു റെമിനിസൻസ് പോലെ എഴുതിയിരിക്കുന്നത്. അതിങ്ങനെ ഞാൻ പഠിക്കാനുള്ളതായിരുന്നു. പക്ഷെ അത് എന്നെ വല്ലാതെ ബാധിച്ച്. ഞാൻ അപ്പോഴേ തീരുമാനിച്ച് ആരുടെയെങ്കിലും കീഴ് ജോലി ചെയ്യുന്ന പ്രവൃത്തി വേണ്ട എന്ന്. അത് ഒരു വശമാണ് അതിനകത്ത്. അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിനെ പറ്റിയൊക്കെയുള്ള വായനയും റസ്സലൊക്കെ എന്നെ അത് ബെർട്രാൻഡ് റസ്സൽ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വേൾഡ് ഗവൺമെൻറ്റിനെ പറ്റിയുള്ളതും പീസ് വരുന്നതിനെ പറ്റിയൊക്കെയുള്ള, അപ്പോൾ അതൊക്കെ ഇങ്ങനെ പലരാണ്, ഏതെങ്കിലും ഒരാളോ ഒന്നുമല്ല, പലതരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ സാധാരണ ജീവിക്കുന്ന പോലെ ജീവിക്കാനായിട്ടല്ല, വേറെ തരത്തിൽ അന്വേഷിക്കുകയോ അറിയുകയോ ഒക്കെ ചെയ്യണമെന്ന് കാണുന്നുണ്ട്. MA പഠിക്കുന്ന സമയത്ത് അറിയാതെ ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് പോയി പുസ്തകം എടുത്ത് വായിച്ചതൊരു കാരണം വായിച്ചപ്പോൾ ഞാൻ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളാണെന്നായിരുന്നു അതുവരെ എൻ്റെ ധാരണ. വായിച്ച പുസ്തകം ഒന്നും മനസ്സിലായില്ല. അതെനിക്ക് വലിയൊരു പ്രശ്നമായിപ്പോയി. അതെന്താണ്, അത് വായിച്ചിട്ട് മനസ്സിലായി. അപ്പം ഞാൻ അതിൻ്റെ കൺസെപ്റ്റുകളൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാനീ പഠിച്ചുകൊണ്ടിരുന്ന അതുവരെ പഠിക്കുന്ന കാര്യം മനസ്സിലാകുന്ന ഒരാളെന്നുള്ള ധാരണയായിരുന്നു. പക്ഷെ അന്നാണ് എനിക്ക് മനസ്സിലായി, എനിക്ക് അറിഞ്ഞൂടാത്ത ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലോകത്തെ ആളുകൾ എഴുതുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് തന്നെ പല പുസ്തകങ്ങൾ ഞാൻ എടുക്കുന്നുണ്ട്. ഫിലോസഫിയുടെ, ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ ആ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് വായിക്കുമ്പോഴൊക്കെ ഇതുവരെ ഞാൻ വായിക്കാത്തതും ചിന്തിക്കാത്തതുമായ കാര്യങ്ങളാണ് അതിനകത്ത് അവർ എഴുതിയിരുന്നത്.
അത് കാൻറ്റിൻ്റെ ക്രിട്ടിക് ഓഫ് പ്യുവർ റീസൺ എന്നും പ്രാക്ടിക്കൽ റീസൺ എന്ന് പറഞ്ഞാൽ 2 പുസ്തകമുണ്ട്. രണ്ടും വായിച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ ഇംഗ്ലീഷ് അറിയുന്നവരായാലും വായിച്ചാൽ മനസ്സിലാക്കാൻ പാടാം. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇതൊക്കെയല്ല പഠിക്കേണ്ടതെന്ന്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതൊന്നുമല്ല പഠിക്കേണ്ടതെന്ന്, വേറെ പഠിക്കാനും ഒക്കെ ഉണ്ടെന്നുള്ള ഒരു ധാരണ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ഞാൻ MA-ക്ക് പരീക്ഷ എഴുതുന്ന ഇനി ഇത് ഇങ്ങനെ പഠിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ പരീക്ഷ എനിക്കിഷ്ടമുള്ളതൊക്കെ എഴുതിയിട്ടാണ് പരീക്ഷ വിടുന്നത്. എന്നാൽ വിദ്യാഭ്യാസം എങ്ങനെ വേണം, ലോകസമാധാനത്തിന് നമ്മൾ എന്ത് ചെയ്യണം, വേൾഡ് ഗവൺമെൻറ് ഉണ്ടാക്കണം, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് എഴുതിയതല്ല. പരീക്ഷ എഴുതി ജയിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നില്ല, എഴുതി തീർത്ത് ദൈവം ഉണ്ടോ ഇല്ലയോ ഇങ്ങനെയൊക്കെയുള്ള ഫിലോസഫിയൊക്കെയാണ് എഴുതുന്നത്. അത് എഴുതി ഞാൻ അവിടെ നിന്ന് പിരിഞ്ഞതാണ്. അതിനുശേഷം അത്തരത്തിലുള്ള അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് പിന്നെ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ സമയത്ത് ആരംഭിച്ച ഒരു അന്വേഷണമാണ് ജീവിതത്തിനകത്ത് ഇതുവരെയും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മാറി അങ്ങനെ ജീവിക്കാൻ പറ്റിയത്. ആ സമയത്തും ദൈവവിശ്വാസം ഉണ്ടായിരുന്നില്ല, അതോ പിന്നീട് മാറിയത്? അത് ഒരു 9ാം ക്ലാസ്സിൽ വെച്ച് തന്നെ അത് പോയി. ഒരു അധ്യാപകൻ ചോദിച്ച ചോദ്യം കൊണ്ടാണ് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ ഞാൻ പോയിരുന്ന് ആലോചിച്ചപ്പോൾ ഈ ലോകം ഉണ്ടാക്കിയ ഒരു ദൈവത്തിനെ നമുക്ക് പാടാം, അതുകൊണ്ട് ഒരു തരത്തിലും നീതിയില്ലാത്തൊരു ലോകത്തിനെ കണ്ടു. ഇതുണ്ടാക്കിയത് അത്ര ശരിയായൊരു ദൈവമല്ല എന്ന്, ഉള്ള ദൈവം തന്നെ നല്ലതല്ല എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് വരുന്നത്. അങ്ങനെ അത് ഉപേക്ഷിക്കുന്നത്. പക്ഷേ അപ്പോഴും വേറൊരു ഉത്തരവോ വേറെ നമുക്കതിന് മറുവശമോ അറിഞ്ഞുകൂടാ. അപ്പോഴാണ് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനത്തെ പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നാരായണ ഗുരുകുലം എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിനകത്തുനിന്ന് ഒരു പ്രോസ്പെക്ടസ് കിട്ടുന്നുണ്ട്, എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതിനകത്താണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രഹ്മവിദ്യ അല്ലെങ്കിൽ സയൻസ് ഓഫ് ദി അബ്സല്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു യൂണിവേഴ്സിറ്റിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ക്ലാസ് മുറികളിലിരിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം, പഠിപ്പിക്കുന്നവരുടെ ഒപ്പം ജീവിച്ച് പഠിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു കാര്യമല്ലാത്ത കാരണം കൊണ്ട് ഞാൻ അവിടെ പഠിക്കാൻ പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഒരു സന്യാസത്തിൻ്റേതായിട്ടുള്ള യുക്തികളും കാര്യങ്ങളും. അപ്പോൾ ദൈവവിശ്വാസം എന്ന് പറയുന്നത് അവിടെ ഒരു എന്താ പറയുക ശക്തിയായ ഒരു സംഭവമല്ല. കാരണം പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് വളരെ മിനിമം. അപ്പോൾ മാത്രമല്ല ഈ വേദാന്തത്തിന് സാധാരണക്കാരുടെ ദൈവമൊന്നുമില്ല. സത്യം അല്ലെങ്കിൽ ബ്രഹ്മം എന്നൊക്കെ പറയുന്ന നിലവാരത്തിലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം വലിയൊരു കോൺഫ്ലിക്റ്റ് ഇല്ലാതെ അവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വേദാന്തം പഠിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയവിടെ അതിനിങ്ങനത്തെ ഒരു പേഴ്സണലൈസ്ഡ് ഗോഡ് എന്ന് നമ്മൾ പറയുന്ന വ്യക്തി ജീവിതത്തിനകത്ത് ആളുകൾ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിനെ ഒന്നുമല്ല. സത്യം എന്ന് പറയുന്ന ട്രൂത്ത് എന്നുള്ള കൺസെപ്റ്റിലാണ്. അപ്പോൾ അത് പക്ഷെ അത് നമുക്കും അക്സെപ്റ്റബിളായിട്ട് തോന്നും. അത് നമുക്ക് അറിയേണ്ടതുണ്ട്, എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം എന്താണ് എന്ന് അന്വേഷിക്കുക എന്ന് പറയുന്നതാണ് പിന്നെ അങ്ങോട്ട് സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആ നിലവാരത്തിലുള്ള വിഷയങ്ങളെല്ലാം പഠിക്കുക. അവിടെ അത് അങ്ങനത്തെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് പഠിക്കുക എന്ന് പറയുന്നത് അതൊരു 9 വർഷത്തോളം ഞാൻ അവിടെ പഠിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ ലോകത്തിലുള്ള എല്ലാ തരത്തിലുള്ള റിലീജിയസ് ആയിട്ടുള്ള വേദപുസ്തകങ്ങളെല്ലാം അതൊക്കെ വായിച്ചു നോക്കി. അതുപോലെ തന്നെ ഫിലോസഫി, പലതരത്തിലുള്ള ഫിലോസഫികളുണ്ട്. അത് ഈ സ്പിരിച്വൽ എന്ന് പറയുന്ന നിലവാരത്തിലുള്ള ഫിലോസഫികളും അതുപോലെ തന്നെ അങ്ങനെ അല്ലാത്ത ഫിലോസഫികളൊക്കെ അവിടെ പഠിക്കാൻ നോക്കും. അതിനു വേണ്ടി പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വായിക്കുകയും പഠിക്കുകയും പിന്നെ പഠിക്കുന്നത് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രാക്ടീസിൻ്റെ ലോകമുണ്ട്. അപ്പോൾ അതങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്. അവിടെ ലോകത്തുള്ള എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങൾ വരുന്നതിനോടൊപ്പം തന്നെ സയൻസ് പുസ്തകങ്ങളും വരും. അപ്പോൾ ആ പുസ്തകങ്ങൾ വായിച്ചാണ് പിന്നെ അത് അവിടെ വിടുന്നത്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ പഠിക്കാനുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതെ, ഞാൻ ഇങ്ങനെ എവിടെ നിന്നോ കേട്ടിട്ടുണ്ടായിരുന്നു, സാറിൻ്റെ ഫസ്റ്റ് ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു കൂട്ടുകാരി എന്ന് പറയുന്ന ഒരു വിദേശിയായിരുന്നു, ജർമ്മൻകാരിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ആലോചിക്കുന്നത് സാറിനെ ഇപ്പം ഞാൻ കൂടുതലും ചോദിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും സാറിനെ പറ്റിയിട്ട് ഏകദേശം അറിയുന്നുണ്ടായിരിക്കും. കാരണം റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കുന്ന, സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് എല്ലാത്തിനെയും കുറിച്ച്. എന്നാൽ ഒരു കുഞ്ഞു മൈത്രേൻ ഉണ്ടായിരിക്കുമല്ലോ, ഒരു നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല, ഒരു കുട്ടികളെ ചിന്തിക്കും. ഇപ്പോൾ വളരെ വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ
എങ്ങനെയായിരുന്നു സാർ വളർന്നു വന്ന ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്? ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര റീഡിങ് ഹാബിറ്റ് ഉള്ള ഒരു ഫാമിലി ആയിരുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വായനനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് സാർ വന്നിരിക്കുന്നത്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു. എങ്ങനെയായിരുന്നു സാർ കണ്ടിട്ടുണ്ടോ സാറിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു? ഇപ്പം ഒരു അത് കണ്ടിട്ടാണോ സാറിന് കുറേ ലൈഫിൽ തീരുമാനങ്ങളും ഇതൊക്കെ എടുക്കാൻ പറ്റിയത്? അമ്മയുടെ അച്ഛൻ്റെ റിലേഷൻഷിപ്പിനകത്തുള്ള കോൺട്രഡിക്ഷനും അതിൻ്റെ അകത്തെ സഹകരണവും രണ്ടും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ 6 പേരുണ്ട്. അതുകൊണ്ട് വലിയൊരു സംഘം വീട്ടിനകത്തുണ്ടായിരുന്ന വീട്ടിലാണ് ജനിച്ചു വളർന്നത്. ഞാനത് വായന എന്ന് പറയുന്നതും പഠനം എന്ന് പറയുന്നതും വീട് നിറച്ച് പുസ്തകമുള്ള വീടുകളാണ്. ആ സമയത്ത് എല്ലാ സ്ഥലങ്ങളിലുള്ള പുസ്തകങ്ങളെല്ലാം അവരെ സംഘടിപ്പിച്ച് വെച്ച് വായിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു സ്വഭാവമായിട്ട് നമുക്ക് കാണാം. ഷേക്സ്പിയറുടെയൊക്കെ മുഴുവനുമുണ്ട്, ചെക്കോവിൻ്റെ കഥകൾ മുഴുവനുണ്ട്, മോപ്പസാങ്ങിൻ്റെ കഥകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വിക്ടർ ഹ്യൂഗോ, ഇങ്ങനെ ലോക ക്ലാസിക്സ് മുഴുവനും ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഒപ്പമായിരുന്നു ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിരുന്നു ഞാൻ പഠിക്കാനായിട്ട്. അത് സയൻസായിരുന്നു എനിക്കിഷ്ടമെങ്കിലും ഈ പഠിക്കുന്ന മുഴുവൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിരുന്നു. അതിനകത്തായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ വീടിൻ്റെ അന്തരീക്ഷം എന്ന് പറയുന്നത്, ഞാൻ ജനിച്ചത് വളരെ ഒരു പട്ടണത്തിലാണ്, കൊല്ലം പട്ടണത്തിലാണ് ജനിച്ചത്. പക്ഷെ വളർന്ന അവിടെ അല്ല, വളർന്നത് മലകളുടെ ഇടയിൽ കോന്നി എന്ന് പറഞ്ഞ്, അന്ന് പത്തനംതിട്ട ജില്ലയില്ല, പക്ഷെ അവിടെ ഇങ്ങനെ കാടിൻ്റെ അരികിലുള്ള ഒരു സ്ഥലമാണ്. ഞാൻ തൊട്ടടുത്ത് ഈ കാട് കൂപ്പൊക്കെ വെട്ടുന്നത്, അതുപോലെ ആന കൂട്ടി ഒക്കെ ഉള്ള ആനയെ പിടിച്ചുകൊണ്ട് വന്ന് ടീം ചെയ്യുന്ന സ്ഥലമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു 2 മലകളുടെ ഇടയിലുള്ള ഒരു സ്ട്രിപ്പ് അവിടെയായിരുന്നു. അന്ന് റോഡൊന്നും ടാർ ചെയ്തിട്ടൊന്നും ഇല്ലാത്ത കാലത്താണ് ഞാനവിടെ എത്തുന്നത്. വളരെ മലയുടെ സൈഡിലാണ് ഒരു തേയിലത്തോട്ടം ഉണ്ട് തൊട്ട് മുകളിലായിട്ട്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ കഴിയുന്ന കാരണം കൊണ്ട് ഞങ്ങൾ ആടും ഒക്കെ ഉണ്ട്, കോഴി, ആട്, പശു ഇതൊക്കെ വളർത്തുന്ന വീടാണ്. കൃഷിക്കാരുടെ ഒരു കൃഷി ഉള്ള ആൾക്കാരുടെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ നിലവാരത്തിലുള്ളൊരു ജീവിതമാണ് കുട്ടിക്കാലം മുഴുവനും. അപ്പോൾ അവിടുന്ന് പിന്നെ അച്ഛൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. അത് കായംകുളം കായലിൻ്റെ തീരത്താണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ NTPC ഉണ്ടായിരിക്കുന്ന അതിൻ്റെ അവിടെയാണ്. അപ്പോൾ ഒരു 9ാം ക്ലാസ് തൊട്ട് പിന്നെ അങ്ങോട്ടങ്ങ് പോയി. അപ്പോൾ മലയ്ക്കകത്തുനിന്ന് ഞാൻ കായലിലേക്കാണ് പോകുന്നത്. അവിടെ അച്ഛൻ്റെ സ്ഥലത്ത് എത്തുമ്പോഴത്തേന് കറണ്ട് ഉണ്ടായിരുന്ന വീടായിരുന്നു ഈ ഇവിടെ കോന്നി പഠിക്കുമ്പോൾ. പക്ഷെ അച്ഛൻ്റെ അവിടെ ചെന്നപ്പോൾ കറണ്ടും കൂടി ഇല്ല, കറണ്ട് എത്തിയിട്ടില്ല. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് കറണ്ട് വരുന്നത്. അപ്പം വളരെ ശരിക്കും കുഗ്രാമം എന്ന് നമ്മൾ പറയാവുന്ന സ്ഥലങ്ങളിലാണ് ജീവിച്ചിട്ടുള്ളത്. മലകളിലും ജീവിച്ച് കായലിലും ജീവിച്ച് വല വീശാനും അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതമായിരുന്നു. ഒപ്പം തന്നെയാണ് ഞാൻ ഇതിപ്പോൾ 2-3 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും അതൊരു സവിശേഷമായിട്ട് ഞാൻ അനുഭവിച്ചതെന്ന് പറഞ്ഞാൽ, അമ്മയ്ക്ക് അന്നത്തെ കാലത്തൊക്കെ നമുക്ക് പെൻ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഞാൻ അന്യരാജ്യത്തുള്ള ആൾക്കാരുമായിട്ട് കത്തിടപാടിലൂടെയുള്ള ബന്ധം. എനിക്കൊരു 4 വയസ്സ് 5 വയസ്സൊക്കെ ഉള്ള സമയത്ത് അമ്മയ്ക്കൊരു പെൻ ഫ്രണ്ട് ഉണ്ടായി. അവർ അമേരിക്കയിൽ ഉള്ള ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ അവരുടെ നിന്നുള്ള ആ മാഗസിൻസ് വായിക്കുക എന്ന് പറയുന്നതായിരുന്നു ഈ കുഗ്രാമത്തിൽ കഴിയുമ്പോഴും ഞാൻ യഥാർത്ഥത്തിൽ അമേരിക്കയിലെ ഒരു പൗരൻ്റെ കൂട്ടാണ് വളരുന്നത്. ഫോർഡിൻ്റെ കാറൊക്കെ എത്ര ഇനം കാറുണ്ടെന്ന്, ജനറൽ മോട്ടോഴ്സിൻ്റെ കാറ്, ഇതെല്ലാം ഓരോ ഇനം കാറിനെ പറ്റിയൊക്കെ അന്ന് നല്ല ധാരണയാണ്. അപ്പം അതുപോലെ തന്നെ ബീറ്റിൽസിൻ്റെ ഇതൊക്കെ കേട്ട് അങ്ങനത്തെ ഒരു പാട്ടുകളൊക്കെ കേൾക്കുന്നതൊക്കെ ഈ അന്യരാജ്യത്തുള്ളതെല്ലാം അന്ന് കേൾക്കുമായിരുന്നു, വായിക്കുകയൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ട്. അപ്പോൾ അമേരിക്കൻ മാഗസിൻസിനകത്ത് വരുന്ന ആ ലോകത്തോട്ടാണ് ഞാൻ റിലേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അവരുടെ കാർട്ടൂൺസ്, അവരുടെ ഹ്യൂമർ, ഇതൊക്കെയായിരുന്നു നമുക്ക് അറിയുന്നതൊക്കെ. അപ്പോൾ അതെല്ലാം കാണുകയും കേൾക്കുകയും, എന്നാൽ വളരെ മലയാളി. ഞാൻ ചെരുപ്പ് ഞാൻ ഇട്ട് നടക്കാൻ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷമൊക്കെ ഇടുന്ന ലോകത്തേക്ക് എത്തിയത് BA പഠിക്കുമ്പോഴാണ്. അതിനു മുമ്പ് ചെരുപ്പ് അമ്മ എല്ലാ സ്കൂൾ തുറങ്ങുമ്പം മേടിച്ചു തരും. ഒരാഴ്ചയൊക്കെ ആയിരിക്കും നമ്മൾ, അത് കഴിയുമ്പോഴത്തേനും അത് കാണാതെ പോകും. എവിടെയെങ്കിലുമൊക്കെ മരത്തിൻ്റെ വീട്ടിലോ ഒക്കെ അങ്ങ് പോകും.
അപ്പോൾ അങ്ങനത്തെ ഒരു വളരെ കുഗ്രാമത്തിൽ ജീവിക്കുകയും അതേ സമയത്ത് ഈ വായിക്കുന്ന മുഴുവൻ ഇതുപോലുള്ള കാര്യങ്ങളായതുകൊണ്ട് 2 തരത്തിലുള്ള ലോകവീക്ഷണവും കാര്യങ്ങളും എല്ലാം ഉണ്ടായി. ഒപ്പം ആണ് ആ സമയത്താണ് ഈ സ്പേസിലൊക്കെ പോകുന്ന ഒക്കെ വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ വായിച്ചിട്ടുള്ള ജൂൾസ് വേണും എജി വെൽസും ഒക്കെ എഴുതിയിട്ടുള്ള ഈ അന്യഗ്രഹ ജീവികൾ വരുന്നതിനെ പറ്റിയൊക്കെയുള്ള മാർസിൽ പോകുന്ന തരത്തിലുള്ള മാർസ് പീപ്പിൾ വരുന്നതിനെ പറ്റിയൊക്കെയുള്ള കഥകളാണ്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ വായിച്ചു ഇരിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ മനുഷ്യൻ സ്പേസിലോട്ട് പോകുന്നത്. അതിന് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചതിന് ശേഷം പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് ആദ്യമായിട്ട് ചന്ദ്രനിലേക്ക് പോകുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ചിത്രങ്ങളും കാര്യങ്ങളും എല്ലാം വരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം സ്പേസിലേക്ക് പോകുന്ന സ്പേസിൽ നിന്ന് വരുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്നതൊക്കെയാണ് ചിന്ത മുഴുവൻ. അപ്പോൾ ഈ അമേരിക്കക്കാർ അയച്ചു തന്നിട്ടുള്ള ഒരു ബൈനോക്കുലർ, അപ്പോൾ അതെടുത്ത് വെച്ച് രാത്രി മുഴുവൻ ഈ നക്ഷത്രത്തിൽ, നമുക്ക് നക്ഷത്രം കാണാൻ അതിനകത്തൂടെ പാടാണ്, പക്ഷേ ഈ ചന്ദ്രനെ കുറച്ചുകൂടെ അടുത്ത് കാണാം. അതുകൊണ്ട് ആകാശത്തേക്ക് നോക്കാനായിട്ട് ഭയങ്കര പ്രവണത രാത്രി ആകുമ്പോഴത്തേന് നമ്മൾ. അപ്പം ഞാനെന്നും വിചാരിക്കും ഈ ആരെങ്കിലും ഇതിനകത്ത് കയറി വരും, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണും. ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ഒരു 2 ലോകത്തായിരുന്നു ജീവിച്ചിരുന്നത്. ഞാൻ ഇത് സാറ് പറഞ്ഞപ്പോഴാലോചിക്കുന്നത്, ഞാൻ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കനി കുസൃതി സാറിൻ്റെ മകളുടെ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ സാറിനെ കുറിച്ച് എഴുതിയേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അയ്യോ എന്ത് നല്ലൊരു അച്ഛനാന്ന് തോന്നും. അതിൽ എഴുതിയേക്കുന്നത് എത്ര സമയം ഉണ്ടാക്കി കഴിഞ്ഞാലും വൈകുന്നേരങ്ങളിൽ നടക്കാൻ കൊണ്ടുപോകുന്നത്, നക്ഷത്രങ്ങളുടെ പേര് പറഞ്ഞു കൊടുക്കുന്നത്, തലവേദന വന്നു കഴിഞ്ഞാൽ ബാമ് പുരട്ടി കൊടുക്കുന്നത്. അതിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് സാറിന് ദൈവവിശ്വാസം ഇല്ലയെന്നറിയാം, എന്നിട്ടും കൂടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുക, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് എഴുതിയേക്കുന്നത് മൈത്രേയൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ആരും, എൻ്റെ അച്ഛനും അമ്മയും മൈത്രേയനാണ്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും 2ാം സ്ഥാനം. സാറിന് ഇങ്ങനെ ഇത്ര നല്ലൊരു ഒരു മകള്, സാർ നല്ല പാരൻ്റാണോ അല്ലേ, പക്ഷെ ഒരു മകള് പറയുന്നതാണ് അവിടെയാണ് നല്ലൊരു പാരൻ്റ് എന്ന് പറയുന്നത്. എങ്ങനെ ആ ഒരു ഇതിക്ക് ഒരു നല്ലൊരു പാരൻറ്റിങ് എന്താണ്? അതെൻ്റെ പാർട്ട്ണറാണ് ശരിക്കും പറഞ്ഞാൽ. ഞങ്ങളൊരു ടീമാണ്. കനി എന്നെ കൂടുതൽ അനുഭവിക്കുന്നതിൻ്റെ കാരണത്തിൽ ഒന്നതാണ്. ജയശ്രീ കാണുമ്പോൾ തന്നെ ജയശ്രീ ഞാനും തമ്മിലുള്ള ഒത്തിരി, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ ദിവസവും വഴക്കിടുന്നവരായിരുന്നു. ഒന്നിച്ച് ജീവിച്ച് തുടങ്ങുമ്പോഴല്ല, അതിന് മുമ്പ് എല്ലാ കാര്യത്തിൻ്റെ മുകളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും എല്ലാം പറയും. പക്ഷേ ഒരു 2 വർഷം വളരെ ഒരുവിധം മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റുന്ന നിലവാരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുമായിരുന്നു. അതിനകത്തൊരു കൺസെൻസസ് ഉണ്ടാകുമായിരുന്നു. അതിന് ശേഷമാണ് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പേരൻറ്റിങ് എന്ന് പറയുന്നതിനകത്ത് ഈ പുരുഷന്മാർ തീരെ ഇല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഫെമിനിസമൊക്കെ ഞങ്ങൾ കേരളത്തിലെ ആദ്യത്തെ ഫെമിനിസ്റ്റ് ഓർഗനൈസേഷൻ ഞങ്ങൾ ഒരു കൂട്ടുകാർ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നത്. അപ്പം അത് ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഞാനിത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ജയശ്രീ കാണാൻ പോകുമ്പോൾ തന്നെ ആദ്യം കൊടുക്കുന്നത് ഫെമിനിസ്റ്റ് പുസ്തകമാണ്. അപ്പോൾ ജയശ്രീ അന്ന് ഫെമിനിസം ഒന്നും വായിച്ചിട്ടില്ല, പക്ഷേ വേറെയുള്ള സയൻസ് മേഖലകളിലും സ്പിരിച്വലായിട്ടുള്ള ഫിലോസഫി ഇതൊക്കെയായിരുന്നു ജയശ്രീയുടെ താല്പര്യം. അപ്പോൾ അങ്ങനെ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ സംസാരിക്കുകയും പറയുകയും ചെയ്യുന്ന കാരണം കൊണ്ട് ഈ സ്ത്രീ പുരുഷ ബന്ധത്തിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസിനും നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഈ പേരൻറ്റിങ് എന്ന് പറയുന്നതിനകത്ത് പുരുഷന്മാരുടെ റോള് വളരെ മിനിമം ആണെന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ബോധപൂർവ്വം, അപ്പം ഞാനാണെങ്കിൽ കുഞ്ഞു വേണ്ടാന്ന് വിചാരിച്ച് ജീവിച്ചിരുന്ന ഒരാളാണ്. അത് ലോകത്തിനെ പറ്റിയുള്ള കൺസേൺ കൊണ്ടാണ്. പോപ്പുലേഷൻ ഒത്തിരി കൂടും, അപ്പോൾ നമ്മളായിട്ട് വെറുതെ കുട്ടികളെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അതിനു വേണ്ടി മനുഷ്യരുണ്ട്. അപ്പോൾ നമുക്ക് ആരെങ്കിലും സ്നേഹിക്കണമെങ്കിൽ ആരെങ്കിലും, ഇപ്പം ഞാൻ ജയശ്രീ എന്ന് പറയുന്നത് എൻ്റെ ബന്ധുവല്ലല്ലോ, പന്നിരെയാണല്ലോ നമ്മൾ സ്നേഹിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആരായാലും നമുക്ക് എന്താ അതുകൊണ്ട് മനുഷ്യനെ സ്നേഹിച്ചാൽ പോരെ, അതുകൊണ്ട് കുട്ടികളൊക്കെ ഇഷ്ടം പോലെ ആർക്കും വേണ്ടാത്ത കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു ചിന്തിച്ചിരുന്നത്. അപ്പോൾ ജയശ്രീ പറഞ്ഞ് ജയശ്രീക്ക് ഒരു സ്ത്രീയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പ്രസവമൊക്കെ. അപ്പോൾ അങ്ങനെ വന്നാണ്. അപ്പോൾ ഞാൻ ഈ കുട്ടി ഉണ്ടാക്കുന്ന പോപ്പുലേഷൻ പ്രശ്നമൊക്കെ പറഞ്ഞപ്പോൾ ജയശ്രീ പറഞ്ഞ് 2 പേര് ചേർന്ന് 2 കുട്ടികളെ ഉണ്ടാക്കിയാലും പോപ്പുലേഷൻ കൂടത്തില്ലെന്ന്. അത് പക്ഷേ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ആദ്യമായിട്ട് തോറ്റുപോയ ഒരു പോയിൻ്റാണ് അത്. ശരി, 2 പേര് ചേർന്ന് 2 പേരെ ഉണ്ടാക്കിയാൽ പോരാ, 2.1 എന്ന് പറയുന്ന ഒരു പെർസെൻറ്റേജ് ഞാൻ ചിലർ 2 പേരും ചിലർ 3 പേരൊക്കെ ഉണ്ടാക്കിയാലേ പോപ്പുലേഷൻ കൂടുകയുള്ളൂ. 2 പേരാണെന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റേ ആകത്തുള്ളൂ.
ഒരു കുട്ടിയെ ഉണ്ടാകത്തുള്ളെങ്കിൽ പോപ്പുലേഷൻ കുറയും. ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ ഇത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അത് പറഞ്ഞോടെ എൻ്റെ അതുവരെ ഈ പോപ്പുലേഷൻ കൂടുമെന്ന് പറയുന്ന തെറ്റായ ധാരണ കൊണ്ട് ഞാനൊരു കുട്ടിയെ വേണ്ടാന്ന് തീരുമാനിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നാണ് അത് മനസ്സിലായത്. പിന്നെ ഒരു കുട്ടി മതി എന്ന് തീരുമാനിച്ചത് പൊതുവായിട്ടുള്ള കാര്യങ്ങളും പൊതുപ്രവർത്തനവും ഒക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് എല്ലാം കൂടെ നടക്കത്തില്ലെന്നറിയാവുന്ന ഒരു കുട്ടി മതി എന്ന് തീരുമാനിച്ചായിരുന്നു. അങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാക്കുന്നിടത്ത്. അപ്പോൾ കുട്ടിയെ വളർത്തുക എന്ന് പറയുന്നത് ഒരു ഫുൾ ടൈം വർക്കാണെന്ന് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ വീട്ടിൽ സഹോദരിയുടെ മകനെ അവിടെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി 24 മണിക്കൂറും പണിയാണ് കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് അത് രാത്രി മുഴുവനും എപ്പോൾ വേണേലും അസുഖം വരാം, ഉണരാം. അപ്പം നമുക്ക് ഉറങ്ങാനൊന്നും നോക്കത്തേയില്ല. വളരെ കുറച്ച് സമയം ഉറക്കം തന്നെ നമ്മൾ പല പല കഷ്ണങ്ങളായിട്ടൊക്കെ ഉറങ്ങാനൊക്കത്തുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള എനിക്ക് മനസ്സിലായത് തന്നെ ഞാൻ ആ കുട്ടി വേണ്ടാന്ന് തീരുമാനിക്കുന്നതിന് ഒരു വശം അതായിരുന്നു. ഒരു സമയത്ത് 5 വയസ്സുള്ള ഒരു കുട്ടിയുള്ളൊരു സ്ത്രീ കിട്ടിയ എളുപ്പമാകുമെന്ന് അങ്ങനെ വരെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മുടെ സ്വന്തം കുഞ്ഞു വേണം എന്ന് പറയുന്നത് മനുഷ്യരെ പറ്റിയുള്ള നമ്മുടെ ധാരണയും മറ്റുള്ള കാരണം കൊണ്ട് അതൊക്കെ മറികടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ച് അപ്പോൾ ജയശ്രീ ഇത് പറഞ്ഞവിടെ ആർഗ്യുമെൻ്റ് എന്നുള്ള നിലവാരത്തിൽ എനിക്ക് മനസ്സിലായി ഞാൻ എടുക്കുന്ന നിലപാട് ശരിയല്ല. അതോടെ പിന്നെ കുട്ടിയുണ്ടാകും, പക്ഷേ കുട്ടിയെ നോക്കാം. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ അതിനകത്ത് തീവ്രമായിട്ട് അങ്ങ് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രസവം എടുക്കുന്നത് വരെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഹോം ഡെലിവറിയൊക്കെ ആലോചിക്കുന്നുണ്ട്. ഞാനാണ് ആലോചിക്കുന്നത്. ജയശ്രീയോട് പറഞ്ഞപ്പോൾ ജയശ്രീ പറഞ്ഞ് അത് ശരിയാണ്, പക്ഷേ മെഡിക്കൽ സയൻസിനകത്ത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 പേരിനകത്ത് 1-2 പേർക്കൊക്കെ ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിപ്പോവും. അപ്പോൾ അത് നിർത്താൻ പറ്റത്തില്ല, അത് റിസ്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മെഡിക്കൽ സ്ഥലങ്ങളിൽ തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഞാനതൊക്കെ കാരണം ഇതിനകത്ത് ഇടപെട്ടോടെ അതൊക്കെ പഠിച്ചു. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോഴാണ് ഈ ഇങ്ങനത്തെ ഒരു വീട്ടിൽ ചെയ്യുക എന്ന് പറയുന്ന സാധനമൊക്കെ അന്ന് ഒരു ഡിഫറെൻ്റായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊക്കെ. അപ്പോൾ ജയശ്രീയാണ് ഇത് പറഞ്ഞത്, അതിനകത്ത് ഈ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ പറയുന്ന പോലെ അല്ല, ഞാൻ സയൻസ് പഠിച്ചിട്ടുള്ള ആളാണ്, അപകടമാണ്. അപ്പോൾ പിന്നെ ഞാനത് സമ്മതിച്ചു. ഓക്കെ, എന്നാൽ ഹോസ്പിറ്റലിൽ പോവാം. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പിന്നെ പ്രസവിക്കുകയും കുട്ടികളുടെ. അപ്പോൾ അന്ന് തൊട്ട് ഒരു 3 മാസം ജയശ്രീ കൊച്ചു കുഞ്ഞായിരുന്ന സമയത്ത് പാൽ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ജയശ്രീ നോക്കുന്നുണ്ട്. പക്ഷേ ജയശ്രീയുടെ വീട്ടിലെ അമ്മയുടെ അടുത്ത് തന്നെ പോയിട്ടായിരുന്നു കുട്ടിയെ ആദ്യത്തെ 3 മാസം. ഞാനും അവിടെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഹൗസ് സർജൻസി തുടങ്ങി ജയശ്രീ. അപ്പോൾ ജയശ്രീ അതിന് പോകുമ്പോൾ ഞാൻ ഫുൾ ടൈം നോക്കുന്ന ആളായിട്ട് മാറുന്നുണ്ട്. ഒരു 6 മാസം തൊട്ട് 1 വർഷത്തിനകത്ത് ഞാൻ ഒരു സഞ്ചിയൊക്കെ ഉണ്ടാക്കി ഇവിടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കൊണ്ട് നടക്കും. അപ്പോൾ ഞാൻ അന്ന് പുസ്തക പ്രസിദ്ധീകരണം, അതായിരുന്നു നമ്മുടെ ഒരു വരുമാനം പോലെ. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുസ്തക പ്രസിദ്ധീകരണമാണ്. എന്നാലും അത് വിറ്റിട്ടായിരുന്നു നമ്മൾ ഈ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അവിടെയൊക്കെ പുസ്തകം കൊണ്ടുപോകുന്നിടത്തെല്ലാം കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകാന്ന് പറയുന്നത് എൻ്റെ ഒരു പാർട്ടായിട്ട് മാറി. അപ്പോൾ നമ്മൾ പ്രസംഗിക്കുന്നിടത്തൊക്കെ തന്നെ ചെല്ലുമ്പോൾ അവിടെ ആരെങ്കിലും കാണും, കുഞ്ഞിനെ ഒന്ന് നോക്കിക്കുവാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളങ്ങ് നോക്കും. അപ്പോൾ ഞാൻ സ്റ്റേജിലങ്ങ് പോവും. അതെല്ലാം അപ്പോൾ അങ്ങനെ എൻ്റെ കൂടെ കൊണ്ട് നടക്കുക എന്ന് പറയുന്നതൊരു വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രവൃത്തിയായിട്ടങ്ങ് മാറി. എല്ലാ ആക്ടിവിറ്റിയും ഞാൻ അല്ലാത്തത് ചെയ്യുന്ന സമയത്തും കുട്ടി കൂടെ ഉണ്ടാവും. അപ്പോൾ ജയശ്രീക്ക് ആ ലെവലിൽ ഫ്രീഡം ഉണ്ടായി. അതുകൊണ്ട് 2 വർഷം പിന്നെ MDക്ക് പഠിക്കാൻ പോയി. അത് പൂനെയിലാണ് ജയശ്രീ പഠിച്ചത്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് അങ്ങോട്ട് പോവുകയുള്ളായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു 3 മാസം 4 മാസം കൂടുമ്പോൾ ഞങ്ങളവിടെ പോകും. അപ്പോൾ അങ്ങനെ കനി എൻ്റെ ഒരു ഇങ്ങനെ പാർട്ട് പോലെ ആയി. അങ്ങനെയാണത് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി ഉണ്ടായപ്പോഴാണ് ആദ്യമായിട്ട് മനസ്സിലായത് അടുക്കള, കുഞ്ഞിന് പാല് ഇങ്ങനെയുള്ള സാധനം, അപ്പോൾ അടുക്കള ആവശ്യമാണെന്ന്. അതുവരെ അതില്ലാതൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു ആളെ എംപ്ലോയ് ചെയ്യുന്നിടത്ത് നമ്മൾ പോയി. അപ്പോൾ അവരുടെ സഹായത്തോടാണ് പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല ഈ പുസ്തക പ്രസിദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ യുവാക്കൾ എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. ഒരു 4-5 പേരുണ്ടാവും. പിന്നെ 2
ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് 2 സ്ത്രീകൾ ഭർത്താക്കന്മാരൊക്കെ നഷ്ടപ്പെട്ടു പോയവരൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ കുട്ടികളുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വീട് നിറച്ച ആളാണ്, ഒരു കുടുംബം പോലെ. അപ്പം ഞാനും ജയശ്രീയും മാത്രമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതമല്ല, നിറച്ച ആളാണ്. അപ്പം കുഞ്ഞിനെ കളിപ്പിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. 1 മണിക്കൂർ നേരം കളിപ്പിക്കാൻ എല്ലാവർക്കും ഇഷ്ടം. അത് കഴിയുമ്പോഴാണ് ഒരു ഭാരമാകുന്നത്. അപ്പോൾ കൈമാറാൻ ആളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളറിയില്ല. അതിൽ നിന്നൊക്കെയാണ് ഞാൻ ഈ പിൻകാലത്ത് ഈ ആൾക്കാരുടെ എങ്ങനെയാണ് നമ്മൾ ഈ ബന്ധുക്കളില്ലാതിരിക്കുമ്പോഴും സുഹൃത്തുക്കളായിരിക്കുന്ന ആൾക്കാർ വീട്ടിനകത്തുണ്ടാകുകയാണെങ്കിൽ ഈ 2 പേര് മാത്രമുള്ള ഈ അണുകുടുംബത്തിൻ്റെ ദുരിതത്തിൽ നിന്ന് മോചിക്കാൻ പറ്റും. അതൊക്കെയായിരുന്നു. പിന്നെ ഞാനത് ജീവിച്ച് പഠിച്ചതാണ്, അത് സിദ്ധാന്തപരമായി പഠിച്ചതല്ല. നമ്മുടെ തന്നെ വർക്കിനകത്തൂടെ അത് കാണാൻ തുടങ്ങി. കുറേ ആൾക്കാർ ചേരേണ്ടതുണ്ട് കുട്ടികളെ വളർത്തുമ്പോൾ. അത് പണ്ട് കാലത്ത് ഈ കൃഷി കുടുംബത്തിലായിരിക്കുമ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയും അങ്ങനെ തൊട്ട് അമ്മാവന്മാർ, കസിൻസ് എന്നൊക്കെ പറയുന്നവരെല്ലാം വീടുകളിലൊക്കെ കാണും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അത് ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു, ശരിക്കും പറഞ്ഞാൽ 5 തൊട്ട് 10 പേരെങ്കിലും ഒരു വീട്ടിൽ കാണും. അത്രയും ആ ആളുകൾ ഉള്ളത് കൊണ്ടാണ് പണ്ട് എളുപ്പമായിരുന്നു കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അല്ലാതെ ഇതൊരു അമ്മയും അച്ഛനും മാത്രമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അവിടെയാണ് നമ്മൾ ഈ ന്യൂക്ലിയർ ഫാമിലി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്? ഞാൻ ഒരാൾ മാറിയാൽ മറ്റേ ആൾ കംപ്ലീറ്റ് ഇതിനകത്ത് കുടുങ്ങിപ്പോകും. കുട്ടിയോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, പക്ഷെ നമുക്ക് ഒരു കുട്ടിയെ കെട്ടി വെച്ചിരിക്കുന്ന പശുവിനെ പോലെ അങ്ങാവും. ഈ അതിന് നമ്മൾക്കിപ്പോൾ യാത്രയ്ക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തെന്ന് ലോകത്തുണ്ട്. ഞാനത് തന്നെ ഉണ്ടാക്കുക ചെയ്തിട്ടുള്ളത്, അതൊക്കെ ഇട്ടുകൊണ്ട് പോകാനൊക്കെ. പക്ഷേ അതേ സമയത്ത് തന്നെയായിരുന്നു ഈ സുഹൃത്തുക്കളായിരിക്കുന്ന ആൾക്കാർ എൻ്റെ ജീവിതത്തിനകത്തേക്ക് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ 2 പേരും, ഞാനും ജയശ്രീയും തമ്മിലുള്ള ഡിസ്കഷനകത്ത് പോലും, ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായത്തിന് വ്യത്യാസങ്ങൾ പോലും ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ആൾക്കാർ മുഴുവൻ ഉണ്ടാകും. ജയശ്രീ ആണെന്നുണ്ടെങ്കിൽ അവരെ എല്ലാം അങ്ങ് സംഘടിപ്പിക്കും. എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞ് തോൽപ്പിക്കാൻ എളുപ്പമല്ല. അപ്പോൾ ഇവരെല്ലാം സംഘടിപ്പിച്ച് അങ്ങനെയായിരിക്കും വിഷയമൊക്കെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഭൂരിപക്ഷ തീരുമാനപ്രകാരം ഞാനെന്നും തോറ്റു. അതൊരു വലിയ പ്രശ്നമല്ലല്ലോ, ആരെയും കൺവിൻസ്. അങ്ങനെ അത് അവരത്രയും പേര് സത്യത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ജയശ്രീ പറയാൻ ജയശ്രീക്ക് ആരും വേണ്ട, ഒറ്റയ്ക്ക് എൻ്റെ കൂടെ താമസിച്ചാൽ ഞാനാണ് ഈ ആൾക്കാരെ എല്ലാം സംഘടിപ്പിക്കുന്നത്. പക്ഷെ അവരിങ്ങനെ ഓരോ എൻ്റെ കൂടെ തന്നെ ജീവിക്കുന്ന സമയത്ത് ലൈറ്റ് അണയ്ക്കാൻ ഓഫ് ചെയ്യാൻ മറക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമല്ലോ. അപ്പോൾ ഞാനിതെല്ലാം കണ്ടിട്ട് ഇടപെടും. അപ്പോൾ ഇവർക്കൊക്കെ എന്നോട് ചെറിയൊരു വിരോധം കാണും വീട്ടിൽ ജീവിക്കുമ്പോഴുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ജയശ്രീയുടെ കൂടെ കൂടി സപ്പോർട്ട് കൊടുക്കളയും. ഞാൻ സാർ എന്നെ കൊണ്ടുവന്നു എനിക്ക് അതൊന്നും അങ്ങനെയായിരുന്നു. ടീം ചാപ്പാടൊക്കെ കഴിക്കുന്നതൊക്കെ ഞാൻ എവിടെന്നെങ്കിലും കാശൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ട് ഹോട്ടലിലൊക്കെ കൊടുത്തിട്ടായിരിക്കും ഇവർ എല്ലാം നോക്കുന്നതൊക്കെ. പക്ഷെ അവന്മാരെല്ലാവരും കൂടെ ജയശ്രീയുടെ കൂടെ നിന്ന് എന്ന് തന്നെ തോപ്പിക്കും. ഈ തരത്തിലുള്ള ഒരു പൊതു തീരുമാനം വരുന്ന സമയം ഞാൻ തീരെ ജനാധിപത്യം ഇല്ലാത്ത ആളാണെന്നുള്ള എല്ലാവരുടെ, ഇപ്പോഴും എല്ലാവരും അങ്ങനെയാണല്ലോ, ഞാനാണ് പരമാവധി മര്യാദ കേട്ടവനാണെന്നുള്ള കാര്യം എല്ലാവരും പറയും. തീരെ മര്യാദയില്ലാത്ത ആളാണ്. അപ്പോൾ ഞാൻ ഈ അഭിപ്രായങ്ങൾ പാഷനേറ്റായിട്ട് ജീവിക്കുന്ന ഒരാളിനുണ്ടാകുന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. തീവ്രമായിട്ടാണ് നമ്മൾ നാട്ടിലുള്ളവർ മുഴുവൻ നമ്മളെ എതിർക്കുകയും നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നതിന് മുഴുവൻ തടയുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ നമ്മളിപ്പോൾ പാഷനേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ജീവിക്കാനേ പറ്റത്തില്ല, കീഴടക്കി കളയവർ. അപ്പോൾ അങ്ങനത്തെ ഉണ്ടായിരുന്ന ഒരു നേച്ചറിനകത്തൂടാണ് ഞാൻ അങ്ങനെ തീവ്രമായിട്ട് പറയുന്നിടത്ത് എത്തുന്നത്. പക്ഷെ അത് മുഴുവൻ ഈ കളക്റ്റീവായിട്ടുള്ള ആൾക്കാരുടെ തീരുമാനപ്രകാരം നമ്മളെപ്പോഴും ഒഴിവാക്കും. അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസം നിരന്തരമായിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഇത്രയും ആൾക്കാർ ചേർന്നുണ്ടാകും. അതായിരുന്നു എൻ്റെ ഒരു വ്യത്യാസം. ഞാൻ ഈ കനിയുടെ ജീവിതത്തിനകത്ത് ഇത്രയധികം വർക്ക് ചെയ്യാൻ പറ്റിയത് ഇത്തരത്തിലുള്ള അറിവുകളും ഈ ആൾക്കാരുടെ സഹകരണവും കൂടെ ചേർന്ന് ജയശ്രീ ഞാനും തമ്മിലുള്ള ട്യൂൺഡായിട്ട ഏരിയകൾ കൊണ്ടാണ് സംഭവിച്ചത്.